Hello viewers, Ganga from WinTrader. In this video, I will show you option trading. Very simple strategy. Our strategy is options cheyam ennaanu innathe video il ningal kanikam. Innathe morning la moment il ningal kanikam. Innathe market ennu vecha 10th November aanu. Appo njan kanikkan pona Nifty Bank Nifty day aanu. അപ്പം ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ ബ്രേക്ക് ലൈൻ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത് കണ്ടോ ഇന്നലെ ഈ റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നൽ ഗ്രീൻ അപ്പ് ആരോ ബൈ സിഗ്നൽ അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് അലർട്ട് മെസ്സേജിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും അലർട്ട് ത്രൂ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും അതിനകത്ത് ആ എൻട്രി ചെയ്യാനുള്ള പ്രൈസ് നമുക്ക് എഴുതി വരും മെഗൽ അതിൻ്റെ ആ ഡീറ്റെയിൽസ് മെഗലിൽ നമുക്ക് കാണിക്കും അപ്പോൾ ഇന്നലെ നിഫ്റ്റിയിൽ സെല്ല് വന്നിട്ട് 240 18,240 വന്ന സെല്ല് ഇന്ന് കണ്ടോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യപ്പോഴും അതേ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക ഇപ്പം നമ്മൾ ഓൾറെഡി ഇത് മുമ്പ് ഒരു വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂ വരുന്ന മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് എടുക്കുന്നത് കാരണം ഇപ്പം ഈ ഇന്നത്തെ എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ ഓൾറെഡി സെല്ല് കണ്ടിന്യൂ ആണ് കാരണം ഇന്നലത്തെ സെല്ല് ഇന്ന് കണ്ടിന്യൂ ആണ് അപ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റിൽ പിന്നെ ഒരു സെൽ സിഗ്നൽ വരത്തില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ് അതിനെ നോക്കിയിട്ടാണ് നമ്മൾ ആ കറക്റ്റ് ട്രെൻഡും പ്രൈസും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിഗ്നൽ വേണ്ടി നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യുള്ളൂ ഓപ്ഷൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നിഫ്റ്റിയുടെ ഫോളോ ചെയ്യാൻ പറയുന്നത് ഉള്ളി ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞ ഓൺലി 2 റീസൺ ആണ് അത് ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും പറയുന്നത് ട്രെൻഡ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ് കറക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സിഗ്നൽ വരത്തില്ല കാരണം ഓൾറെഡി ആ സിഗ്നൽ ഇവിടെ ഉണ്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ആവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങി ആ ഒരു ലെവൽ ഏതാണെന്ന് നോക്കുക ആ ലെവൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ലെവൽ ഏതാണെന്ന് നോക്കുക ഞാൻ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഡാറ്റ വിൻഡോ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് കണ്ടു ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ആ ഈ ക്യാൻഡിലാണ് അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ഓപ്പൺ എന്ന് വെച്ചാൽ 18,123 ഓപ്പൺ ചെയ്തിട്ട് ഹൈ പോയിരിക്കുന്നത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 18,123 ആൻഡ് ഹൈ പോയിരിക്കുന്നത് 18,126 വരെ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ ലോ വന്നിരിക്കുന്നത് 18,90 ആൻഡ് ക്ലോസ് പോയിരിക്കുന്നത് 18,93 അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഹൈ തന്നെ നോക്കാം ഹൈ വന്നിരിക്കുന്നത് 18,126 അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുട്ട് ഓപ്ഷൻ ആണ് നോക്കേണ്ട ടൈമിൽ അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഡൗണിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ആ ഇപ്പം കണ്ടി ഇപ്പോൾ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഈ മാർക്കറ്റ് ഓൾറെഡി ഡൗണിലാണെന്നോ അപ്പോൾ നമുക്ക് ആ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള പുട്ട് ഓപ്ഷൻ്റെ 1-2 പുട്ട് ഓപ്ഷൻ എടുത്ത് ഓൾറെഡി നമുക്ക് നമ്മുടെ മാർക്കറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ അവിടെ ഓൾറെഡി സിഗ്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം ഇവിടുത്തെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് നോക്കേണ്ട നമ്മൾ ഓൾറെഡി സെല്ല് കണ്ടിന്യൂ ആണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് ആ പുട്ട് ഓപ്ഷൻ്റെ ഏറ്റവും അടുത്തുള്ള നിയർ ബൈ ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ നമുക്ക് ഓൾറെഡി എടുത്തു വെക്കാം അപ്പം ഞാൻ ഇപ്പം മാർക്കറ്റിൽ നടക്കുന്ന അതായത് ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് ആ ഹൈ പോയിരിക്കുന്നത് 18,126 അപ്പം നമുക്ക് വേണമെങ്കിൽ 18,200 അല്ലെങ്കിൽ 300 പുട്ട് എടുക്കാമായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ആ ഡൗൺ ട്രെൻഡ് രാവിലെ തന്നെ കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത റേറ്റ് അനുസരിച്ച് ആ പുട്ട് ഓപ്ഷൻ 1-2 അടുത്തുള്ള ഇന്ദമണി നിയർ ബൈ പുട്ട് ഓപ്ഷൻ 1-2 നമുക്ക് ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കാം ഇപ്പം ഞാനിപ്പം 18,200 അല്ലെങ്കിൽ 300 രണ്ടും ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇവിടെ ഇങ്ങനെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് 18,200 18,300 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 18 ഇതാണ് 18,200 ആദ്യം കാണിച്ചു തരാം 200 നോക്കിയാൽ രാവിലെ തന്നെ ആ മാർക്കറ്റ് ആ നിഫ്റ്റിയുടെ ഡൗൺ ആയപ്പോഴത്തേക്ക് തന്നെ ആ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ ഓൾറെഡി ബൈ വന്ന് പക്ഷേ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന ശേഷമാണ് ഒറ്റടിക്ക് കയറിയത് അപ്പോൾ ആ ഞാൻ നിഫ്റ്റിയുടെ ആ സെല്ലിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇവിടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയത് അപ്പോൾ ഈ കണ്ട ഇവിടെ ഓൾറെഡി നമുക്ക് ബൈ വന്നിരിക്കുന്നത് വെച്ചാൽ 128.65 രാവിലെ നമുക്ക് ബൈ ഉണ്ടായിരുന്നു 9:20 അപ്പോൾ അതിൻ്റെ 3 ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തു നമുക്ക് 128.65 ബൈ വന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 141.50 ആയിരുന്നു 151.80 162.10 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ
18300 ആണെന്നുണ്ടെങ്കിൽ അതിനകത്തും അതുപോലെ തന്നെയാണ് 224.05 നമുക്ക് ബൈ വന്ന് 920 52 പോയിന്റ് ഇപ്പോൾ ഓൾറെഡി മേഖലയിലാണ് 3 ടാർഗറ്റ് അടിച്ച് നമുക്ക് 224.04 നമുക്ക് എൻട്രി എടുത്തിരുന്നെങ്കിൽ അത് 224 നമ്മൾ എൻട്രി എടുത്തെങ്കിൽ നമ്മൾ 246.45 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 264 സെക്കൻഡ് ടാർഗറ്റ് 282 282 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത്. അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയും ഫ്യൂച്ചറിൻ്റെ ചാർട്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. അതിനകത്ത് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി ഒരു സെൽ ട്രെൻഡ് കണ്ടിന്യൂ അല്ലെങ്കിൽ ബൈ ട്രെൻഡ് ആണെങ്കിൽ സെൽ ട്രെൻഡ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്താണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഇനി ഒരു സിഗ്നൽ കിട്ടത്തില്ല, കാരണം ഓൾറെഡി ആ ട്രെൻഡ് കണ്ടിന്യൂ ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെല്ല് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും ആ മാർക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ച് പുട്ട് ഓപ്ഷൻ്റെ നിയർ ബൈ ഇന്തമണിൽ കുറേ പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചേക്കുക. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് മാർക്കറ്റ് ലിസ്റ്റ് എടുത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ അതിപ്പം ബൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയർ ബൈ ഇന്ന മണിയിൽ കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചേക്കാം. 2-3 ചാർട്ട് നമുക്ക് ഓൾറെഡി ഇതുപോലെ നമുക്ക് സ്കാനിലോട്ട് എടുത്ത് വെക്കാം. അവിടുന്ന് ചാർട്ടും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതൊരു 13 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ പറയുന്ന സ്ട്രാറ്റജി അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 80-90% ആക്യുറസി ലെവൽ നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ഗ്യാരണ്ടിയോട് പറയാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ചാർജ് തരുന്നത് നിങ്ങൾക്ക് ഇത് ഒരു മാക്സിമം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ 1 വീക്ക് വേണ്ട മാർക്കറ്റ് കൂടെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ദിവസവും മാർക്കറ്റ് ഒരുപോലെ ഇരിക്കത്തില്ല. മാർക്കറ്റ് കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വിത്തിൻ 2 to 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇത് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റിൻ്റെ രൂപത്തിൽ റിട്ടേൺ കിട്ടിയിരിക്കും. നമുക്ക് വേണ്ടി നമ്മുടെ സോഫ്റ്റ് വേണ്ടി ചിലവാക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി എല്ലാത്തിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ലൈക്ക് MCX Commodities, ഇന്ത്യൻ ആൻഡ് ഫോറിൻ കമ്മോഡിറ്റീസ് ഉണ്ട്, ഫോറിൻ ആൻഡ് ഇന്ത്യൻ ഫോറിൻ കറൻസീസ് ഉണ്ട്, ഇതിപ്പോൾ ഇക്വിറ്റീസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ്, ഇതിലെല്ലാത്തിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ സെയിം സ്ട്രാറ്റജി. അതായത് ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഈ ഫുൾ പാക്ക് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഫുൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതും ഇത് റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഡിലേ എന്നൊരു സംഭവമില്ല. ഇറ്റ്സ് റിയൽ ടൈം ടിക്ക് ബൈ ടിക്ക് ഡാറ്റയാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഓപ്ഷൻ്റെ ആണ് കാണിച്ചത്. ഇപ്പം നിഫ്റ്റി പിന്നെയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ആയി. ഇപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള സ്ട്രൈക്ക് ഇപ്പം 41 ഇവിടെ ബ്രേക്ക് ചെയ്ത ലെവലിനകത്ത് 41,600 ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 41,637. അപ്പം നമുക്ക് 41,700 അല്ലെങ്കിൽ 800 പുട്ട് ഓപ്ഷൻ എടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ആ സമയത്ത് മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ചുള്ള ഒരു 100 or 150 പോയിന്റ് മേഖല പുട്ട് ഓപ്ഷൻ എടുത്ത് നമ്മുടെ ചാർട്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. സെറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെറ്റിങ്ങിൻ്റെ വീഡിയോ. നമ്മളിത് ഫുള്ള് കാണിച്ചു തരികയും ചെയ്യും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫുൾ പറഞ്ഞു തരികയും എങ്ങനെ ഫോളോ ചെയ്യേണ്ട എല്ലാം നമ്മൾ പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ ഈ സെറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം മാത്രം ചെയ്ത് വെച്ചാൽ മതി, കാരണം ഇതുള്ള ഓട്ടോമാറ്റിക് സേവ് ആണ്. പിന്നെ ഓപ്ഷൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസം ഓരോ സ്ട്രൈക്ക് പ്രൈസ്, അപ്പം നമുക്ക് ഓൾറെഡി ഇന്നത്തെ ഡിലീറ്റ് ചെയ്തിട്ട് നാളെ പുതിയ എടുക്കാം. ഇതെല്ലാം ഉള്ള വീഡിയോ നമ്മൾ പറഞ്ഞു തരും, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽസും ലഭ്യമാണ്. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ലൈവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ. എൻ്റെ പേര് ഗംഗ എന്നാണ്. എന്നെ വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ വാട്സപ്പും ഉണ്ട്. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് ക്ലിപ്പിക്കും. ജസ്റ്റ് ക്ലിക്ക് ദെയർ, എൻ്റെ ഡയറക്റ്റ് വാട്സപ്പ് ലിങ്കിലോട്ട് വരാം. പിന്നെ നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRT സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് വരാം. എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം. ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കാണിച്ചു തരും, സെറ്റിംഗ് തരും, ഇൻസ്റ്റാളും ചെയ്ത് തരും, ഫുൾ അതിൻ്റെ സെറ്റിംഗ് കാണിച്ചു തരും. അല്ലാത്ത വരാൻ പറ്റാത്ത ആൾക്കാർക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഓൺലൈനിൽ തന്നെ നമ്മൾ ഫുൾ ഇൻസ്റ്റാളും ചെയ്ത് തരും, ഓൺ കോളിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം ഇന്ന് എൻ്റെ വീഡിയോ കണ്ടതിൽ നന്ദി.